വോഡഫോൺ ഐഡിയയുടെ തലവര മാറ്റിയെഴുതിയേക്കാവുന്ന സുപ്രധാന നീക്കവുമായി കേന്ദ്ര സർക്കാർ. കമ്പനിയുടെ 87,695 കോടി രൂപയുടെ ബാധ്യത സർക്കാർ മരവിപ്പിച്ചു. ഇന്ത്യൻ ടെലികോം ചരിത്രത്തിലെ ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ബുധനാഴ്ച ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വോഡഫോൺ ഐഡിയ നൽകാനുള്ള അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ അഥവാ AGR കുടിശ്ശികയിലാണ് 5 വർഷത്തെ മൊറട്ടോറിയം അനുവദിച്ചത്. ഇതോടെ അടുത്ത 5 വർഷത്തേക്ക് ഈ വൻതുക അടയ്ക്കാൻ കമ്പനിക്ക് ബാധ്യതയില്ല. എന്നു മാത്രമല്ല, ഈ മൊറട്ടോറിയം കാലയളവിൽ 1 രൂപ പോലും പലിശ ഈടാക്കുകയുമില്ല. ഈ ആശ്വാസം സൗജന്യമല്ല, മറിച്ച് ദീർഘകാലത്തേക്കുള്ള സാവകാശമാണ്. മരവിപ്പിക്കപ്പെട്ട ഈ തുക 2032 സാമ്പത്തിക വർഷം മുതൽ 2041 വരെ 10 വർഷം കൊണ്ട് തവണകളായി അടച്ചു തീർക്കണം. ടെലികോം ഡിപ്പാർട്ട്മെന്റിന്റെ കൃത്യമായ ഓഡിറ്റിംഗിന് ശേഷമായിരിക്കും അന്തിമ തുക നിശ്ചയിക്കുക. അതേസമയം 2018-19 വർഷങ്ങളിലെ പഴയ കുടിശ്ശികയ്ക്ക് ഇളവില്ല. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ആ തുക 2026 മുതൽ 2031 വരെയുള്ള കാലയളവിൽ കമ്പനി കൃത്യമായി അടച്ചു തീർക്കേണ്ടതുണ്ട്. ഇത്രയും വലിയ ആശ്വാസം ലഭിച്ചിട്ടും വോഡഫോൺ ഐഡിയ ഓഹരികൾ ഇടിവിലാണ്. ഒന്നാമതായി, പഴയ കുടിശ്ശിക ഉടൻ നൽകണം എന്ന വെല്ലുവിളി ഇപ്പോഴും കമ്പനിക്ക് മുന്നിലുണ്ട്. രണ്ടാമതായി, ഭാവിയിലെ വമ്പൻ തിരിച്ചടവുകൾ കമ്പനിയുടെ ലാഭക്ഷമതയെ ബാധിക്കുമോ എന്ന ആശങ്ക. ഇതാണ് ഇടിവിന് കാരണമായത്. വോഡഫോൺ ഐഡിയയിൽ കേന്ദ്ര സർക്കാരിന് നിലവിൽ 49% ഓഹരി പങ്കാളിത്തമുണ്ട്. കമ്പനി തകർന്നാൽ അത് സർക്കാരിന് വലിയൊരു സാമ്പത്തിക നഷ്ടമാകും. ഇതായിരിക്കും സർക്കാർ നീക്കത്തിന് കാരണമായതെന്നാണ് വിലയിരുത്തൽ.